ഇന്നോറയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ലേബർ ഇന്ത്യയുടെ സ്ഥാപകനും അധ്യാപകനുമായിട്ടുള്ള ശ്രീ ജോർജ് കുളങ്ങരയാണ്. ജോർജ് കുളങ്ങരയുമായിട്ടുള്ള ഇൻ്റർവ്യൂ ഭാഗം 1. നമസ്കാരം. ഗ്രീൻ ഗാർഡനാണല്ലോ പുതിയ വിശേഷം. എന്തൊക്കെയാണ് ഗ്രീൻ ഗാർഡനിലെ പുതിയ വിശേഷങ്ങൾ സാർ? എല്ലാവർക്കും നല്ല സുഖം, നല്ല അന്തരീക്ഷം, നല്ല ഗ്രീനറി, ശാന്തമായ അന്തരീക്ഷം, വിശ്രമിക്കുവാനും തപസ് ചെയ്യുവാനും പ്രാർത്ഥിക്കുവാനും ചിന്തിക്കുവാനുമുള്ള അന്തരീക്ഷം. ആദ്യമായി നിങ്ങളെല്ലാവരെയും ഞങ്ങളുടെ ഗ്രീൻ ഗാർഡൻ ആശ്രമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ കേൾവിക്കാരെയും. ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. എത്ര അന്തേവാസികളുണ്ട് മൊത്തം? ഞങ്ങളെല്ലാം കൂടെ ഒരു 12 പേര് ഇപ്പോൾ ഉണ്ട്. അധികം താമസിയാതെ മിക്കവാറും ഒരു 50 പേര് കൂടെ വരും. കൊറോണയ്ക്ക് ശേഷമുള്ളൊരു ഇതുണ്ടായിരുന്നല്ലേ? കൊറോണയ്ക്ക് മുമ്പ് 10-40 പേരുണ്ടായിരുന്നേ. കൊറോണയ്ക്ക് ശേഷം ബെഡ്രിഡനായിട്ടുള്ളവരെയെല്ലാം മാറ്റി മറ്റ് സ്ഥാപനങ്ങളിലേക്ക്. സ്വന്തം കാര്യങ്ങൾ നിർവഹിക്കുവാൻ പറ്റുന്ന പ്രായം ചെന്ന അപ്പച്ചന്മാരുമുണ്ട് അമ്മച്ചിമാരുമുണ്ട്. ഇനി ഇത് വിപുലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ 50 പേർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അധികം താമസിയാതെ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പത്തനാപുരം ഗാന്ധി ഭവൻ. അങ്ങനെ ഗാന്ധി ഭവനും ലേബർ ഇന്ത്യയുമായിട്ട് സഹകരിച്ച് ഈ സ്ഥാപനം മുന്നോട്ട് പ്രവർത്തിക്കാനാണ് ഏതാണ്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതാണ് പുതിയ വിശേഷം. അതെ സാർ, ഈ സാറിൻ്റെ ഒരു ഡിഗ്രി പഠനകാലം ഉണ്ടല്ലോ, നമുക്ക് അവിടെ തന്നെ തുടങ്ങാം. സെൻറ്റ് തോമസിൽ പഠിക്കുന്ന കാലം, അന്ന് തന്നെ ഈ മരങ്ങാട്ടുപള്ളി ഫൈൻ ആർട്സ് സൊസൈറ്റിയും അതുപോലെ തന്നെ ആർട്സ് ക്ലബിൻ്റെ സെക്രട്ടറി ഒക്കെ ആയിരുന്നല്ലോ. അതെ. അപ്പോൾ അന്ന് നാടകങ്ങളിലൊക്കെ സജീവമായിട്ടുണ്ടായിരുന്നു. സബർമതി ദൂരെയാണ് പോലത്തുള്ള നാടകങ്ങളൊക്കെ വലിയ തരംഗമായിരുന്നല്ലോ. പിന്നീട് ആ ഒരു ഇതിലേക്ക് പോയിട്ടുണ്ട്, തിയേറ്റർ അഭിനയം, അങ്ങനെ അതിലേക്കൊരു എന്തെങ്കിലും? എനിക്ക് സിനിമയിലേക്ക് പോകണമെന്നായിരുന്നു എൻ്റെ വലിയൊരാഗ്രഹം. അപ്പോൾ അത് ഞാൻ സ്കൂളിലും കോളേജിലെല്ലാം ബെസ്റ്റ് ആക്ടറായിരുന്നു. അതോടൊപ്പം തന്നെ സ്കൂളിലും കോളേജിലെ മത്സരങ്ങളിലെല്ലാം നാടകം സെലക്ട് ചെയ്യുന്നതും കഥാപാത്രങ്ങളെ നിശ്ചയിക്കുന്നതും ഡയറക്റ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ തന്നെയായിരുന്നു. ആ കൂടി അഭിനയം. അപ്പോൾ അങ്ങനെ ഒരു ബെസ്റ്റ് ആക്ടറായിരുന്നു സ്കൂളിലും കോളേജിലൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കോളേജ് ലൈഫ് കഴിഞ്ഞിട്ട് നേരെ പാരൽ കോളേജ് ആരംഭിക്കുക ചെയ്തത്. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ സ്റ്റേറ്റ് നാടക മത്സരം മരങ്ങാട്ടുപള്ളി നടത്തി. അപ്പം അങ്ങനെ ഒരു വലിയ താല്പര്യത്തിലാണ് പോകുന്നത്. അന്ന് ജയവിജയന്മാരൊക്കെ, അതുപോലെ തന്നെ നമ്മുടെ നെടുമുടി വേണു, ഇവരൊക്കെ മരങ്ങാട്ടുപള്ളിയിൽ വരികയും ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കുകയും ഉദ്ഘാടനം ചെയ്യുകയൊക്കെ ചെയ്ത ഒരു കാലഘട്ടം. അത് കഴിഞ്ഞ് ഗീത ആർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ ചങ്ങനാശ്ശേരിയിൽ ചാച്ചപ്പൻ എന്ന് പറഞ്ഞ ഒരു വലിയൊരു കലാകാരന് ഗീത ആർട്സ് ക്ലബ്ബ് നടത്തി. അപ്പോൾ ആർട്സ് ക്ലബ്ബിൽ അവരുടെ ഗീത ആർട്സ് ക്ലബ്ബിന് നാടകം മരങ്ങാട്ടുപള്ളി കൊണ്ടുവന്ന് അവതരിപ്പിച്ചു. പിന്നെ അവരുമായിട്ടുള്ള ബന്ധത്തിൽ ആ കലാസമിതി ചേരാൻ വേണ്ടി ഞാൻ ഒരു 4-5 മാസം അവിടെ ചെല്ലുകയും അവരുടെ നാടക റിഹേഴ്സൽ ക്യാമ്പിൽ പങ്കെടുക്കുകയും ചെയ്തു. അപ്പോൾ അതെല്ലാം കൂടെ കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇതൊരു വലിയ ദുരിതം പിടിച്ചൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നി. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ വരാൻ നിവൃത്തിയില്ല. ഈ കേരളത്തിലെ സീസൺ കഴിഞ്ഞാൽ അവർ നോർത്ത് ഇന്ത്യൻ പര്യടനങ്ങളാണ്. അപ്പോൾ 5-6 മാസം കഴിഞ്ഞൊക്കെ തിരിച്ചു വരാൻ പറ്റുള്ളൂ. ഇതൊക്കെ എനിക്കൊരു അസ്വസ്ഥതയാണ്. അപ്പോൾ ആ തലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ നേരെ പാരൽ കോളേജിലേക്ക് തിരിഞ്ഞത്. ഒരധ്യാപകനായി മാറുക. ഒരധ്യാപകനാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകൻ ബെസ്റ്റ് ആക്ടറായിരിക്കണം. അങ്ങനെ ഒരു ബെസ്റ്റ് ആക്ടറാകുന്ന അധ്യാപകനെ കുട്ടികളെ കയ്യിലെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ക്ലാസ് വിജയിപ്പിക്കാൻ പറ്റുള്ളൂ എല്ലാ തരത്തിലും. അപ്പോൾ കുട്ടികളെ ചേർത്ത് നിർത്തിക്കൊണ്ട്, വിദ്യാർത്ഥികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ പഠനകാര്യങ്ങളും പാഠ്യേതര കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യാൻ കഴിയുന്ന പഴയകാല അധ്യാപകരുടെ ആ ഒരു നേച്ചർ, ആ ഒരു സ്വഭാവം. അപ്പോൾ അതെനിക്ക് വലിയ ആകർഷമായിരുന്നു. കുറച്ച് കുട്ടികൾ, അപ്പോൾ അവർക്ക് അറിവ് പകർന്നു കൊടുക്കുക.
പരീക്ഷകളിൽ അവരെ വിജയിപ്പിക്കാൻ കഴിയുക, അവർ വിജയിക്കുന്നു. അത് അന്ന് എൻ്റെ പാരൽ കോളേജിൽ ഏതാണ്ട് 100% കുട്ടികൾ വിജയിച്ചിരുന്നു എന്നുള്ളതാണ്. ആ പാരൽ കോളേജിൽ പഠിപ്പിച്ച അല്ലെങ്കിൽ ആ കുട്ടികളെ വിജയിപ്പിക്കാൻ വേണ്ടി പഠിപ്പിച്ച രീതിയും അവർക്ക് പഠിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയ നോട്ട് അതുമാതിരിയുള്ള കാര്യങ്ങൾ ഒക്കെയാണ് പിന്നീട് ലേബർ ഇന്ത്യ മഹാപ്രസ്ഥാനത്തിലേക്ക് വഴിതെളിച്ചത്. ആ കുട്ടികൾക്ക് കൊടുത്ത നോട്ട്. അപ്പോൾ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഏതാണ്ട് SLCക്ക് 70% വിദ്യാർത്ഥികളും തോറ്റിരുന്നു. കഷ്ടിച്ച് 28-30% വിദ്യാർത്ഥികളാണ് ജയിച്ചിരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ ഈ 70% കുട്ടികൾ തോൽക്കുന്നത്? പൊട്ടന്മാരായതുകൊണ്ടോ മണ്ടന്മാരായതുകൊണ്ടാണോ? അല്ല, അതിനെന്തോ ഒരു കാരണമുണ്ട്. ആ കാരണം എന്താ? അവർക്ക് പ്രയാസം അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇംഗ്ലീഷും കണക്കിലുമായിരുന്നു കുട്ടികൾ ഏറെ തോറ്റിരുന്നത്. കാരണം അത് അവർ തോറ്റതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുറ്റമല്ല, പക്ഷേ ആ കുട്ടികളുടെ മനസ്സിലേക്ക് ഈ വിഷയങ്ങളെ എത്തിക്കാൻ ഉള്ള ഒരു എന്തോ ഒരു പോരായ്മ. അധ്യാപകരുടെ കുറ്റമൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഞാനൊരു അധ്യാപകനാണല്ലോ, കുറ്റമല്ല. പക്ഷേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഫലപ്രദമായ രീതി സാധിച്ചിരുന്നില്ല. അവിടെയായിരുന്നു എൻ്റെ ചിന്ത, അവിടെയായിരുന്നു എൻ്റെ ഗവേഷണം, എൻ്റെ അന്വേഷണം, എൻ്റെ പഠനം, ഇതെല്ലാം. അപ്പം ഏറ്റവും മോശമായ കുട്ടിക്ക് പോലും ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ പ്രത്യേകിച്ച് ഇംഗ്ലീഷിന് നോട്ട് ഞാൻ തന്നെ എഴുതിയുണ്ടാക്കി. ഗ്രാമറും അതുപോലെ തന്നെ എഴുതിയുണ്ടാക്കി. അത് ഇംഗ്ലീഷും മലയാളവും ഹിന്ദിയും കൂടെ യോജിപ്പിച്ച് കൊണ്ടുപോകുന്നു. അത് കുട്ടികളിൽ വലിയ ഒരാവേശം ഉണർത്തി. അപ്പോൾ അതിൽ നല്ല റിസൾട്ടുണ്ടായി. ആ നോട്ടുകളാണ് പിന്നീട് എന്തായി മാറിയത്? ലേബർ ഇന്ത്യയുടെ ഉള്ളടക്കമായി മാറിയത്. അത് സംസ്ഥാന വ്യാപകമായിട്ട് അത് സ്വീകരിച്ചു. ലക്ഷോപലക്ഷം വിദ്യാർത്ഥികൾ അത് വാങ്ങിച്ച് പഠിച്ച് ജീവിതത്തിൽ വലിയ വലിയ നിലയിലൊക്കെ എത്താൻ കഴിഞ്ഞു. ഒരുപക്ഷെ സിനിമയിലൊരു കലാകാരൻ എന്നുള്ള നിലയിൽ അത് സംഗതി എല്ലാം ശരിയാണ്. പക്ഷേ ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് ഇന്നിപ്പം എൻ്റെ ആ പഴയ ശിഷ്യന്മാർ, അതിന് ശേഷം ഞാൻ സ്കൂൾ തുടങ്ങിയ കാലഘട്ടത്തിലും 30 വർഷമായി സ്കൂള്. എത്രയോ ആയിരം വിദ്യാർത്ഥികൾ പഠിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അത് ആ സ്കൂളിലെ എൻ്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റിനോടൊപ്പം തന്നെ കുട്ടികളെ ജീവിക്കാൻ പഠിപ്പിക്കുക, ഏത് പ്രതിസന്ധി വന്നാലും അതിനെ നേരിടത്തക്ക ഉൾക്കരുത്ത്, മനക്കരുത്ത് അവരിൽ വളർത്തിയെടുക്കുക. ഈ ലക്ഷ്യത്തോടുകൂടി ധാരാളം ആക്ടിവിറ്റികൾ, ക്യാമ്പുകൾ, യാത്രകൾ, പഠനയാത്രകൾ, പഠന വിനോദയാത്രകൾ, ആക്ടിവിറ്റികൾ, സോഷ്യൽ വർക്കുകൾ, സാമൂഹ്യ പ്രവർത്തനം, വിദ്യാർത്ഥികളായിട്ട് നിരന്തരം കേരളത്തിലെ വിവിധ ജില്ലകളിൽ കൂടെയുള്ള നിരന്തര യാത്രകൾ, അങ്ങ് തെക്ക് മുതൽ വടക്ക് വരെ, വടക്ക് മുതൽ തെക്ക് വരെ. അതിനുശേഷം വീണ്ടും വിദ്യാർത്ഥികളുമായിട്ട് അവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ശുചിത്വ ഭാരത യാത്ര, ക്ലീൻ ഇന്ത്യ യാത്ര. 36 ദിവസത്തെ നോൺ സ്റ്റോപ്പ് യാത്രയായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ലേബർ ഇന്ത്യ സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. പല സ്കൂളിലും കോളേജിൽ നിന്നും കുട്ടികളെ കൂടെ വിടാമെന്ന് പറഞ്ഞു. ഇവൻ രാജഗിരി കോളേജ് പോലും കുട്ടികളെ വിടാമെന്ന് പറഞ്ഞു. തലേ ദിവസമാണ് എന്നെ വിളിച്ച് പറയുന്നത് കുട്ടികൾ പോരാൻ താല്പര്യമില്ലാന്ന്. കാരണം അത്രയും ഭയപ്പെട്ടിരുന്നു, ഏതോ കാരണങ്ങളാൽ. കാരണം ആ ഒരു ചാലഞ്ച് ഏറ്റെടുക്കാനുള്ള ചങ്കൂറ്റം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണത്. ഏതായാലും ഞാൻ പിള്ളേരെ കൊണ്ട് പോയി. എൻ്റെ ഇവിടെ കിടക്കുന്ന ഈ ഇനോവ ഞാൻ കൊടുക്കാത്തതിന് കാരണം ഈ ഇനോവയിലാണ് ഞാൻ ഹിമാലയത്തേക്ക് പോയത് അന്നത്തെ ഈ ക്ലീൻ ഇന്ത്യ യാത്രയ്ക്ക്. വിദ്യാർത്ഥികൾ ടെമ്പോ ട്രാവലിൽ അപ്പോൾ ഇങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ കൂടെ കടന്ന് യാത്ര നടത്തി. അപ്പോൾ അവർ ഡിസ്കവേർഡ് ഇന്ത്യ. ഈ കുട്ടികൾ ഇന്ത്യയെ കണ്ടെത്തി. ഇതുമാത്രം അനുഭവങ്ങളാണ് അതിൽ കൂടെ കിട്ടിയത്. ചെല്ലുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും രാജകീയമായ സ്വീകരണം നമ്മുടെ കുട്ടികൾക്ക് കിട്ടി. ഓരോ സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുത്ത സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ അവരുടെ വീടുകളിൽ നിന്ന് ശേഖരിച്ച പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഈ സ്കൂളിൽ കൊണ്ടുവരും, കോളേജിൽ കൊണ്ടുവരും. അവിടെ വലിയൊരു ചടങ്ങ്, ഫങ്ഷൻ, വലിയ ചടങ്ങാണ്. മിനിസ്റ്റേഴ്സും MLA മാരും MP മാരും ഒക്കെ പങ്കെടുക്കുന്ന വലിയ ചടങ്ങുകളാണ്. ആ ചടങ്ങിൽ വെച്ചാണ് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ ഞങ്ങൾക്ക് അവർ ഹാൻഡ് ഓവർ ചെയ്യും, കൈമാറും സ്റ്റേജിൽ വെച്ചാണ്. ഇതൊരു വലിയ ചടങ്ങായിട്ട്, ഒരു ഉത്സവമായിട്ട്, ഒരു വിശുദ്ധ എന്താ പറയുക സംരംഭമായിട്ട് അതിനെ കണ്ടു. അതെല്ലാം നമ്മുടെ കുട്ടികൾ ഏറ്റുവാങ്ങി നമ്മുടെ ലോറിയിൽ പാക്ക് ചെയ്ത് നിറച്ച്, ലോറി നിറയുമ്പോൾ
എവിടെയെങ്കിലും ആക്രിക്കടയിലെ കൊടുക്കും. ഇതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എല്ലാം 2 വർഷത്തെ സുദീർഘമായ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഈ യാത്ര, സുരക്ഷിതമായ യാത്രയായിരുന്നു. അപ്പോൾ അത് ഡൽഹിയിലെത്തി, രാജ്ഘട്ടിൽ പോയി അവിടുത്തെ പ്ലാസ്റ്റിക് എല്ലാം പെറുക്കി, പാർലമെൻറ്റിൽ പോയി പ്ലാസ്റ്റിക് പെറുക്കി, രാഷ്ട്രപതി ഭവനിൽ വളരെ വൃത്തിയാണ്, അതുകൊണ്ട് അവിടെ പ്ലാസ്റ്റിക് കിട്ടിയില്ല. പക്ഷേ രാഷ്ട്രപതിയെ കാണാനും അത് കാണാൻ കഴിഞ്ഞു. ഇന്ത്യ ഗേറ്റ്, അതുപോലെ തന്നെ താജ്മഹൽ, അതിനുശേഷം പഞ്ചാബ് വഴി നേരെ ജമ്മുവിലെത്തി, കാശ്മീരിലെത്തി. കാശ്മീരിൽ നിന്ന് ഹിമാലയത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗമായ ഗുൽമാർഗ് എന്ന് പറയുന്ന അതിബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ഹിമാലയൻ പ്രദേശമാണ്. കുട്ടികളോട് അവിടെ പോയി പ്ലാസ്റ്റിക് പെറുക്കി. അപ്പോൾ ഇങ്ങനെ കുട്ടികൾക്ക് എന്ത് അനുഭവമാണ് കുട്ടികൾക്ക് യാത്രയിൽ കൂടെ. ഈ യാത്രയിൽ കൂടെ അത് ചെറുപ്പം മുതൽ തന്നെ എൻ്റെ ഒരു പ്രാന്തായിരുന്നു ഈ യാത്ര എന്ന് പറയുന്നത്. വളരെ കൊച്ചായിരുന്ന കാലത്ത് എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ വല്യപ്പൻ്റെ കൂടെ, വല്യമ്മയുടെ കൂടെ, വല്യപ്പൻ്റെ സുഹൃത്തുക്കളെല്ലാം കൂടി അർത്തങ്കൽ പള്ളി പെരുന്നാൾ കൂടാനായിട്ട് പോയി. അതെനിക്കാണ്ട് 5-6 വയസ്സ് കഷ്ടി കാണും. അതായിരുന്നു എൻ്റെ ആദ്യത്തെ സഞ്ചാരം, എൻ്റെ ഒരു ഓർമ്മ. അതിനു മുമ്പേ അമ്മയുടെ കൂടെ അതിലേക്ക് പോകും. അത് കൊച്ചു സഞ്ചാരങ്ങൾ. യാത്ര വലിയ ഇഷ്ടമായിരുന്നു. അത് ഇവിടുന്ന് ബസ്സിൽ കയറി അർത്തങ്കപ്പള്ളി പോയത് വൈക്കത്ത് പോയി ബസ്സിൽ ഇറങ്ങി. അത് ഈ മൂക്കിന് നീളമുള്ള ബസ്സാണ്. ഇന്നത്തെ ബസ്സിന് മൂക്കിനൊന്നും നീളമില്ല. അതിൻ്റെ ഒരു കിളിയുണ്ട്. കിളി മൂക്കിൽ നമ്മൾ മൂക്കിൽ കിളുകയല്ലേ എന്ന് പറഞ്ഞ പോലെ ഈ വണ്ടിയുടെ മൂക്കിനകത്ത് ഈ കമ്പി കൊണ്ട് കറക്കും. അപ്പോഴേ വണ്ടി സ്റ്റാർട്ടാവുള്ളൂ. അതുകൊണ്ട് ബസ്സായിരുന്നു. നല്ല രസമാണ്. അതിനുവേണ്ടി കറക്കാൻ വേണ്ടി ഒരു കിളി സ്ഥിരം വണ്ടിയിലുണ്ട്. നിന്ന് കഴിഞ്ഞാൽ ഇത് കറക്കാം. ആ വണ്ടിയിൽ കയറി അവിടുന്ന് വൈക്കത്തുനിന്ന് ബോട്ടയിലാണ്, തണക്കടവിന് ബോട്ടയിൽ പോയത്. അതൊക്കെ എന്തൊരു ഇപ്പോഴും അത് മനസ്സിലങ്ങ് നിറഞ്ഞു നിൽക്കുക. 150 പേര് കയറാവുന്ന വലിയ എഞ്ചിൻ വെച്ച് വലിയ ബോട്ട്. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ 10-20 പേരുണ്ട്. ബസ് നിറച്ച ആൾക്കാരാണ്. അപ്പം ബസ് നിർത്തുകയില്ല, ഞങ്ങളെ കയറ്റുകയില്ല. പകുതി കാരണത്തിന് വഴിയിലിട്ടിച്ച് പോകാൻ നിർത്തിയില്ല. അതുകൊണ്ട് വല്യപ്പനും ഒരു യാത്ര കൊതിയനായിരുന്നു. അവരെല്ലാം കൂടി തീരുമാനമെടുത്ത് അങ്ങ് നടക്കാവുന്ന, അർത്തങ്ക വരെ അങ്ങ് നടക്കാവുന്ന. ഞാൻ കൊച്ചല്ലേ, ചെരുപ്പുമില്ല, പൊരിഞ്ഞ വെയിൽ, മെറ്റൽ ഇട്ട വഴിയാണ്. ടാറൊന്നും ചെയ്തിട്ടില്ല. കാലെല്ലാം ചില്ല് കുത്തി കയറി. അപ്പോൾ ഞാനെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മിന്നലോടും. ഇവരുടെ മിന്നൽ ഓടിയിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ കൂടെയൊക്കെ കശുമാവുണ്ട്. ഈ കശുമാവിൻ്റെ തണലിൽ പോയിരിക്കും. അപ്പോൾ ഇവർ നടക്കുമ്പോൾ വീണ്ടും അടുത്ത ഓട്ടമാണ്. അപ്പോൾ എനിക്ക് വിശ്രമിക്കുകയും ചെയ്യാം, ഓടുകയും ചെയ്യാം. പക്ഷേ ഓടി വിശക്കാൻ തുടങ്ങി, ദാഹിക്കാൻ തുടങ്ങി, ഒരു രക്ഷയില്ല. അവിടെ ഈ ചേർത്തല ഭാഗത്തൊക്കെ കുളമുണ്ട്. കുളം എന്ന് പറഞ്ഞാൽ ഈ മണലിൻ്റെ അകത്ത് കുത്തിയ, സ്ട്രെയിറ്റ് അല്ല, ഇങ്ങനെ വട്ടത്തിലിരിക്കുന്ന, അതായത് ഈ കുഴിയാന കുഴി കുത്തതില്ലേ കണ്ടോ, അതുപോലെയുള്ള കുളങ്ങളാണ് അവിടെ മുഴുവനും. നടന്ന് മടുത്ത് ഒരു തരത്തിൽ അർത്തങ്ക ചെന്നു. അവിടെ ഹോട്ടലൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഇവരെല്ലാം കൂടി ഒരു പ്ലാൻ ചെയ്തു. അത്താഴം കഞ്ഞി വെക്കാം. ഒരു കലമൊക്കെ വാങ്ങിച്ച് അപ്പനും എല്ലാവരും കൂടി പോയി അയലത്തെ വീട്ടിൽ നിന്നൊരു കലം കൊണ്ടുവന്നു. അമ്മയും ബാക്കി പെണ്ണുങ്ങളെല്ലാം കൂടെ കഞ്ഞി വെച്ചു. എനിക്കാണെങ്കിൽ വിശന്നിട്ട് ഇരിക്കാൻ ഒരു നിവൃത്തിയില്ല. ഞാൻ കരച്ചിലും വഴക്കും. പിന്നെ ബാക്കിയുള്ളവർക്കിട്ട് ഇടി കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു കിട്ടും. അതുകൊണ്ട് വല്യമ്മയ്ക്കിട്ട് ഇടിയോട് ഇടി. കാരണം വേറെ ഒരു നിവൃത്തിയില്ല. ഏതായാലും പകുതി വന്നപ്പോഴേക്കും വല്യമ്മ ഒരു പാത്രത്തിൽ കുറേ കഞ്ഞി ഊരിയിട്ട് തന്നു. അതെല്ലാം ഊതി വെള്ളമൊക്കെ ഒഴിച്ച് തണുപ്പിച്ച് ഏതാണ്ട് കറി വെച്ചതിൻ്റെ ഒരു ശകലം അതൊന്നും നോക്കിയില്ല. വിശപ്പല്ലേ. ഈ കഞ്ഞിയെല്ലാം കുടിച്ച് കഷ്ടിച്ചൊരാശ്വാസമായി. അതിലും തമാശ, അത് കഴിഞ്ഞിട്ട് പള്ളിയിൽ പോയി പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് ഇവരൊരു തീരുമാനം എടുത്തു. ശരി, ഇനി അങ്ങ് ആലപ്പുഴയ്ക്ക് പോയേക്കാവുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ബസ്സേ കയറി പോകാമല്ലോ എന്നൊക്കെ വിചാരിച്ച് സ്വപ്നമൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് എന്ത് ചെയ്തത്, അടുത്ത ബുദ്ധി, അർത്തങ്ക മുതൽ ആലപ്പുഴ കടൽ തീരത്തൂടെ ഒരു നടപ്പ് നടക്കാവുന്നു. അതോടെ നമ്മുടെ ജീവനും പോയി, സകല പ്രതീക്ഷയും പോയി. പക്ഷേ ആ യാത്ര ഒരു രസമായിരുന്നു. ഈ പറഞ്ഞ കഷ്ടപ്പാടും ക്ലേശമൊക്കെ ഉണ്ടെങ്കിൽ വളരെ രസമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ കടൽ തീരത്തൂടെയാണല്ലോ. അപ്പോൾ രാത്രി കഷ്ടിച്ചൊരു നിലാവ് വെട്ടമുണ്ട്. ആ നിലാവെട്ടത്തിൽ കടലിങ്ങനെ എരമ്പി തിരകളിങ്ങനെ മറിഞ്ഞ് കുഴഞ്ഞ് വന്ന് തീരത്തോട്ട് കയറിയിട്ട് ഷൂന്നും പറഞ്ഞ് കയറിയിട്ട് പിന്നെ ഷൂന്നും പറഞ്ഞ് താഴോട്ട് ഇറങ്ങിപ്പോകുന്നു. ബിറ്റുവിന് ഇടയ്ക്ക് കൂടെയാണ് ഈ യാത്ര.
അപ്പോൾ കാലിൽ എല്ലാം പിന്നെ വെള്ളം കയറും. കുഞ്ഞ് നിക്കറല്ലേ, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. കുറേ അങ്ങ് നടന്നു കഴിഞ്ഞപ്പോൾ അതിൽ രസമെന്ന് വെച്ചാൽ ഈ കാലിലല്ല ഒരു പശ പിടിക്കുന്ന പോലെ ഒരു ഈ രാവിൻ്റെ കഷ്ടിച്ചുള്ള വെളിച്ചമല്ലേ, അപ്പോൾ എന്താണെന്നൊന്നും പിടി കിട്ടിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഈ കാലെ തോത്തേച്ച് മണത്ത് നോക്കും അതിരൂക്ഷമായ ഗന്ധമാണ്. വല്ല നല്ലതായിരിക്കുമല്ലോ ഒക്കെ വിചാരിച്ച് നേരം വെളുത്ത് നോക്കിയപ്പോൾ മുട്ടിന് കീപ്പുറത്തോട്ട് മുഴുവനും എന്താ. അന്നത്തെ കാലത്തൊക്കെ ഈ കടൽ തീരത്ത് വെളിക്കിറങ്ങുന്ന വെച്ച് കഴിഞ്ഞാൽ മണലൊരു കുഞ്ഞു കുഴി കുത്തും, എന്നിട്ട് അതിലിരുന്ന് വെളിക്കിറങ്ങിയിട്ട് ഈ പൂച്ച മൂടുന്നവരെ അതങ്ങ് മൂടും. ചിലരും മൂടാതെ ഇരിക്കും. ഇതിൻ്റെ അകത്തോടെ മുഴുവൻ ചവിട്ടിയാണ് പോയത്. മുട്ടിന് കീപ്പുറത്തോട്ട് മുഴുവൻ മലമായിരുന്നു. നേരം വെളുത്തപ്പോഴാണ് ഇതെല്ലാം പിടി കിട്ടുന്നത്. പിന്നെ വല്യമ്മ കടൽ വെള്ളത്തിലെല്ലാം എൻ്റെ കാലെല്ലാം തേച്ച് കഴുകി എൻ്റെ നിക്കറൊക്കെ നനച്ച്, പിന്നെ നനഞ്ഞ നിക്കറിട്ടാണ് ആലപ്പുഴയ്ക്ക്. നടന്ന് ഏതാണ്ട് ഒരു 8-9 മണിയോടുകൂടി ആലപ്പുഴ ചെന്നു. കടൽപ്പാലം കാണാൻ പോകുന്നു. ആലപ്പുഴ കടൽപ്പാലം. നിങ്ങൾ ആലപ്പുഴ കടൽപ്പാലം കണ്ടിട്ടുണ്ടോ? ഇല്ല. ഒന്ന് പുറത്തോട്ട് പോകണം ഒരു ദിവസം, പോയിട്ട് അതെല്ലാം ഒന്ന് കയറി കാണും. ഇപ്പോൾ അതിൻ്റെ കഷ്ണം വല്ലതും കാണുള്ളൂ. പണ്ട് ഉണ്ടായിരുന്നു. ആ പാലത്തെക്കൊണ്ട് നടന്ന്, കാരണം ആ കടൽപ്പാലത്തിൻ്റെ എൻഡിലാണ് കപ്പൽ കൊണ്ടു നിർത്തുന്നത്, ചരക്ക് കയറ്റാൻ വേണ്ടിയുള്ളത്. അങ്ങനെ കടൽപ്പാലമൊക്കെ കണ്ട് അന്ന് ഏതാണ്ടൊരു പട്ടയുടെ ചായക്കടയിൽ കയറി വളിച്ച ഇഡ്ഡലിയും സാമ്പാറും എല്ലാം കുറേ കഴിച്ച്, പിന്നെ ആലപ്പുഴ എന്നൊരു ബോട്ടിൽ കോട്ടയത്തിന് കോടിമതയില്ലേ, കോടിമതയിലേക്ക് അന്ന് ബോട്ട് സർവീസ് ഇന്നുമുണ്ട്. അവിടെ 4-5 മണിക്കൂറെടുത്തു. ഇങ്ങനെ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിൽ കപ്പലിൽ പോകുന്ന പോലെയായിരുന്നു ആ യാത്ര. ആ കായലിൽ കൂടെയും ഉൾനാടൻ ജലാശയങ്ങളിൽ കൂടെയും ഒക്കെയുള്ള ആ പായലിൻ്റെ ഇടയ്ക്കുള്ള ആ യാത്രയൊക്കെ വാസ്തവത്തിൽ അതിസാഹസികമായി. ഒരുപക്ഷെ ഞാൻ പറയുന്നത് മകന് സന്തോഷ് ജോർജ് നടത്തിയ ലോകയാത്രയേക്കാൾ ഭീകരമായ യാത്രയായിരുന്നു എൻ്റെ ഈ എന്താ പറയുക, അർത്തുങ്കൽ പള്ളി, ആലപ്പുഴ, കോട്ടയം ബോട്ട് യാത്രയും നടപ്പും. ആ പ്രായത്തിൽ സന്തോഷം ഇത്രയും നടന്നിട്ടുണ്ടോ? ഇത് കൂടി ബോട്ടേ കയറി ഇങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട്. അത് വേറൊരു റേഞ്ച്, ഇത് വേറൊരു റേഞ്ച്. നമ്മുടേത് ലോ റേഞ്ച്, സന്തോഷിൻ്റേത് ഹൈ റേഞ്ച് എന്ന് പറയുന്നത് പോലെ. അപ്പം ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ. അപ്പം അതുകൊണ്ടാണ് എന്താ പറയുക, കിട്ടിയ അനുഭവം കുട്ടികളെ ധാരാളം യാത്ര ചെയ്യണം ഉള്ളത്. ഇപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ കാശ്മീരിൽ പോകണമെന്നല്ല, നമ്മുടെ നാട്ടിൽ തന്നെ, നമ്മുടെ ഗ്രാമത്തിൽ തന്നെ നമുക്ക് കാണാവുന്ന എന്തെല്ലാം സംഭവങ്ങളുണ്ട്. പക്ഷേ എത്ര പേരാ അത് കാണുക, ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക, ആസ്വദിക്കുക? ഈയിടെ ഞാനിപ്പം ലോക്കൽ സഞ്ചാരത്തിനാണ് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഇപ്പോഴും. പെട്ടെന്ന് പറഞ്ഞാൽ ഒരു 93 മുതൽ 2010 വരെ നിരന്തര യാത്രകളായിരുന്നു. ഏതാണ്ട് 10-90 രാജ്യങ്ങൾ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 30-33 പ്രാവശ്യം അമേരിക്കയിൽ പോയി വന്നിട്ടുണ്ട്. ആ പോക്കിൽ അമേരിക്കയിൽ ഒരു വലിയ സ്കൂള് തുടങ്ങി, ഗുരുകുലം സ്റ്റൈലിൽ ഇവിടുത്തെ രീതിയിലുള്ള സ്കൂള് തുടങ്ങി. അതൊക്കെ പിന്നീട് നിന്നുപോയി. പക്ഷേ അങ്ങനെ തുടങ്ങാനൊക്കെ കഴിഞ്ഞു. അപ്പോൾ വലിയൊരു ആവേശമല്ലേ. അപ്പോൾ അങ്ങനെ ആ യാത്രയിൽ ഉള്ള അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം അറിവാണ് ഉണ്ടാകുന്നത്. നമ്മൾ പാഠപുസ്തകത്തിൽ നമുക്ക് എന്താ കിട്ടുന്നത്? കിട്ടും, ഒരു ഇൻഫർമേഷൻ കിട്ടും. പക്ഷേ അനുഭവജ്ഞാനം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? യാത്ര ചെയ്യണം. അതുതന്നെ എൻ്റെ ആലപ്പുഴ സഞ്ചാരം എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായ, ലോകപ്രസിദ്ധമായൊരു സഞ്ചാരമല്ലേ. അദ്ദേഹം കുറേ ഭാഗം എഴുതി വെച്ചിട്ടുണ്ട്, ബാക്കി എഴുതാൻ നേരം കിട്ടിയില്ല. നേരം വെച്ചാൽ ഇതൊക്കെ എഴുതാൻ ഒരു മൂഡ് വേണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അതിന് ശേഷം ഞാൻ പാലൽ കോളേജ് തുടങ്ങിയ അവസരത്തിൽ നിരന്തരം ടൂറിസ്റ്റ്, അന്ന് പാലായിൽ ആകെ ഒരു ടൂറിസ്റ്റ് ബസ്സേ ഉള്ളൂ. ആ ടൂറിസ്റ്റ് ബസ് ബുക്ക് ചെയ്ത് എൻ്റെ യാത്രയുടെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, പാലൽ കോളേജിലെ പിള്ളേർ, അധ്യാപകർ, അവരുടെ പേരൻസ്, നാട്ടുകാർ, വീട്ടുകാർ, എൻ്റെ ഭാര്യ, മക്കൾ, എൻ്റെ ചാച്ചന് അമ്മ, ചിറ്റപ്പന്മാർ. കാരണം ഈ മരങ്ങാട്ടുള്ളി എന്നുള്ള ആളുകൾ മദ്രാസ് കണ്ടിട്ടില്ല അധികം പേര്. ചുരുക്കം ചില ഭാഗ്യവാന്മാർ ഇവിടുന്ന് പുറപ്പെട്ടു പോയി മദ്രാസ് കണ്ടിട്ടുള്ളൂ. അതിലും ചുരുക്കം ഭാഗ്യവാന്മാരെ ബോംബെക്കൊക്കെ കള്ളവണ്ടി കയറി പോയിട്ടുള്ളൂ. അന്നത്തെ യാത്രയെന്ന് പറഞ്ഞാൽ പൈസയില്ലല്ലോ. പിന്നെ ചില പട്ടാളത്തിൽ പോകാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൊച്ച് നിരന്തരം വാഗമണിലേക്ക് ഫാമിലിയായിട്ട് യാത്ര ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരം, കന്യാകുമാരി, അങ്ങനെ. അപ്പോൾ ആ യാത്രയിൽ കൂടെ എന്ത് ചെയ്യുന്നു, ഇവരെല്ലാം ഞാൻ കൊണ്ടുപോകും. കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് ഇതൊക്കെ കാണാനൊരു അവസരം എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ ഒരു സംഘടന ഇല്ല. അപ്പം ആ യാത്രയിൽ കൂടെ കിട്ടുന്ന, ബോധം ബുദ്ധിയുള്ളവനൊരു യാത്രയിൽ കൂടെ കിട്ടുന്ന അനുഭവം എന്ന് പറയുന്നത് അത്
അതാണ് ഏറ്റവും വലിയ ജ്ഞാനം എന്ന് പറയുന്നത്. അവിടെയാണ് വിഷ്ഠ ഉണ്ടാകുന്നത്. ഇപ്പം നമ്മൾ കന്യാകുമാരി ചെല്ലുന്നു, കന്യാകുമാരി ആ മണ്ഡപം കാണുന്നു, ശങ്കരാചാര്യ മണ്ഡപം, ഇതെല്ലാം കൂടെ കയറുമ്പോൾ നമുക്ക് എന്തൊരു ഫീലാണ്. അതിനേക്കാൾ വലിയ ഫീൽ എന്താ? 3 സമുദ്രങ്ങളുടെ സംഗമ സ്ഥാനമാണ് കന്യാകുമാരി എന്നൊക്കെ അറിയുന്നവർ എത്ര പേരുണ്ട്? അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഈ ആഗോളതലത്തിൽ, അണ്ടകടാകത്തിൽ, ഭൂലോകത്തിൻ്റെ അല്ലെങ്കിൽ ഭൂമിയുടെ എല്ലാം ഒരു വിസ്തൃതമായ ഒരു കാഴ്ചപ്പാട് അവിടെ ഉണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെ മധുര മീനാക്ഷി ടെമ്പിൾ നമ്മൾ കാണുന്നു. എത്രയോ വർഷം മുമ്പ് മധുര മീനാക്ഷി ടെമ്പിൾ എത്ര വർഷം കൊണ്ടാണ് പണി തീർത്തതെന്നറിയാമോ? ഏതാണ്ട് 700 വർഷം എടുത്തു. പല രാജവംശങ്ങൾ കൂടിയാണ്. അതിൽ ഓരോ കല്ലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓരോ കല്ലും ഓരോ അത്ഭുതമല്ലേ? അന്നത്തെ കാലത്ത് അതിൻ്റെ മണ്ടയിൽ അത്രയും വലിയ കല്ലുകൾ, അതുപോലെ തന്നെ അണ്ടകടാഹ പെട്ട മുഴുവനും ദൈവങ്ങളെ, മുഴുവനും ശില്പങ്ങൾ, ആ ഗോപുരങ്ങളുടെ എല്ലാം ഉണ്ടാക്കി വെച്ചു. ഇന്നത്തെ എന്ത് ചിന്തിക്കാൻ പറ്റുമോ? എന്തൊരു അത്ഭുതമാണ്. അങ്ങനെ ഓരോ ക്ഷേത്രങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ കരിങ്കല്ലാണ്. കേരളത്തിൽ എന്ന് പറയുന്നത് മുഴുവൻ തടിയാണ്. ക്ഷേത്രങ്ങൾ തടികളുണ്ടാക്കുന്നു, അവിടെ കരിങ്കല്ലുകൾ ഉണ്ടാക്കുന്നു, ശില്പങ്ങൾ എന്നൊക്കെ നമ്മൾ അറിയുക എന്ന് പറയുമ്പോഴെന്താ വലിയ അറിവല്ലേ അത്? അതുപോലെ തന്നെ എത്രയോ യുഗങ്ങളായിട്ടുള്ള മനുഷ്യരുടെ ജീവിതം, അവരുടെ അനുഭവങ്ങൾ, അവരുടെ കാൽപാദങ്ങൾ, അവിടെയെല്ലാം ചിന്തകൾ, ഇതെല്ലാം നമുക്കറിയാൻ സാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത്ര യാത്രകൾ കൂടെ പോകുന്നു. ഈ ചെട്ടിനാടെന്ന് പറഞ്ഞൊരു സ്ഥലം കേട്ടിട്ടുണ്ടോ തമിഴ്നാട്ടിൽ? നിങ്ങൾ പോയിട്ടുണ്ടോ? പോകണം, പുറപ്പെട്ടു പോകണം. അത് വേറൊരു ലോകമാണ്. അത് തമിഴ്നാട്ടിലെ ചെട്ടിനാടൻ സിമൻ്റ്, ചെട്ടിനാടൻ കറി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതൊരു കാലഘട്ടത്തിലുള്ള വലിയൊരു സംസ്കാരമാണ്. സന്തോഷ് ചാനലിൽ അതെല്ലാം ഷൂട്ട് ചെയ്ത് പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. സന്തോഷം ചെറിയാൻ മറീസ് എൻ്റെ ഒരു സുഹൃത്താണ്, അവൻ്റെ ഒരു സുഹൃത്ത്, ട്രെയിനറാണ്, ഇതുമായിട്ട് പോയി ഇതെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ തന്നെ എന്തെല്ലാം മഹാത്ഭുതങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കിടങ്ങൂർ അമ്പലത്തിലേക്ക് ഒരു ടൂർ പോകും. പോയിട്ടുണ്ടോ? കിടങ്ങൂർ അമ്പലത്തിൽ പോയിട്ടുണ്ടോ? ഇല്ല, പോയിട്ടില്ല. ഒന്ന് പോ. അത് ജാതിമതമൊന്നും നോക്കാനൊന്നുമില്ല, അങ്ങ് പോകുക. അത് 4000 വർഷം മുമ്പ് പണിത ഒരു ക്ഷേത്രമുണ്ട്, ഒരു കുഞ്ഞു ക്ഷേത്രം. അതിൻ്റെ തൂണ് കുറുന്തോട്ടി തൂണാണ്. ഈ പില്ലറില്ലേ, ഏതാണ്ട് അതിൻ്റെ വലിപ്പം ഉള്ള, ഇത് ചതുരത്തിൽ ഇങ്ങനെ നിൽക്കുന്നു, മറ്റത് റൗണ്ടാണ്. കുറുന്തോട്ടി തൂണ് 4000 വർഷം മുമ്പ് മീനച്ചിലാറിൻ്റെ തീരത്ത് കിടങ്ങൂർ. അപ്പോൾ 4000 വർഷം മുമ്പ് ആ കുറുന്തോട്ടി തൂൺ അവിടെ പണിതെങ്കിൽ അതിനു മുമ്പ് തന്നെ ഒരു വലിയ സംസ്കാരം ഇല്ലായിരുന്നു നമ്മുടെ നാട്ടിൽ. എത്ര കുഞ്ഞുങ്ങൾക്കറിയാം ഇങ്ങനൊരു സംഭവം? അതിനുശേഷം ആ ബാക്കി ടെമ്പിളൊക്കെ വന്നത്. അതൊക്കെ ചെന്ന് കാണുമ്പോഴും നമ്മുടെ പൂർവികർ എത്ര മഹാന്മാരായിരുന്നു. നമ്മളൊക്കെ വിചാരിക്കും സെൽഫോൺ കയ്യിലുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മളെല്ലാം ഭയങ്കര ബുദ്ധിമാന്മാരാണ്. ഈ ഒരു സെൽഫോണില്ലായിരുന്ന ആ ഒരു കാലത്തിലുള്ള ആ പൂർവികരുടെ അറിവും ജ്ഞാനവും ആ ശില്പവിദ്യകളും ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് അത്ഭുതമല്ലേ? അപ്പോൾ ചരിത്രം എത്രയോ മഹത്വപൂർണ്ണമാണ് ഇല്ലേ? പക്ഷേ ആ ചരിത്രത്തെ സംസ്കരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ചരിത്രം അറിഞ്ഞുകൊണ്ട് നമ്മൾ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്നതായ ഒരു പവർ എന്ന് പറയുന്നത് അതൊരു പവറാണ്. അപ്പോൾ ഇതെല്ലാമാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ സന്തോഷിനെയും രാജേഷിനെയും അതുപോലെ തന്നെ ലാലിയും സുജീവരെല്ലാം കൂട്ടിയുള്ള യാത്ര. അപ്പോൾ ആ നിരന്തരമായ യാത്ര ഒരു പക്ഷേ സന്തോഷിന് വളരെ പ്രചോദനമായിട്ടുണ്ട്. അതിൽ നിന്ന് ഒത്തിരി ആശയങ്ങൾ കൊച്ചായിരിക്കുമ്പോൾ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇത് സാധിക്കും എന്നൊരു ബോധ്യം വരിക. പിന്നെ പൈസയുടെ കാര്യത്തിലോ മറ്റു കാര്യങ്ങളിലൊന്നും ഞാനൊരു നിബന്ധനയും വെച്ചിട്ടില്ല. സഞ്ചാരത്തിന് യാത്രകളിലൊക്കെ പിന്നീട് അവന് ഓരോരുത്തർക്കായിട്ടുള്ള യാത്രകളിൽ പിന്നെയെന്ന് വെച്ചാൽ ചെറുപ്പമല്ലേ, യൗവനമല്ലേ, അപ്പം ഒരു നിയന്ത്രണമൊക്കെ വേണം. മാതാപിതാക്കൾ എന്താ നീ എവിടെ പോയതാടാ, എന്താണ് പരിപാടി എന്നൊക്കെ ഒരു ചോദ്യങ്ങളൊക്കെ ചോദിക്കും. പക്ഷേ ബ്ലോക്ക് ചെയ്തിട്ടില്ല. അതെ, ഒരു നിയന്ത്രണം വേണമല്ലോ. നാട്ടുകാരല്ലോ അവൻ്റെ അപ്പം ഞാൻ തന്നെയല്ലേ. അപ്പം നീ എവിടെ പോയി, ഇത്ര നേരം എവിടെയായിരുന്നു, എന്തായിരുന്നു എന്നൊക്കെ ചോദ്യങ്ങൾ വരും. അപ്പം ആ ചോദ്യങ്ങൾ വഴി വിട്ടു പോകാതിരിക്കാനുള്ള ഒരു മുൻകരുതലാവും. അത് മാതാപിതാക്കളുടെ ധർമ്മമാണ്. ഇന്നിപ്പോൾ പലപ്പോഴും മാതാപിതാക്കൾ മക്കളെ പേടിച്ച് കഴിയുന്ന ഒരു കാലഘട്ടമാണ്. എപ്പോഴാണ് വിട്ടുവരുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പനോട്ടും അമ്മയ്ക്കോട്ടൊക്കെ വെട്ടപ്പെടാൻ വരുന്നതെന്ന് പറയാം. അതുകൊണ്ട് അവരെല്ലാം പേടിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം, ഒരു പരിധി വരെ. എല്ലാവന്നല്ല ഞാൻ പറഞ്ഞത്.
അപ്പോൾ ഈ യാത്ര എന്ന് പറയുന്നത് ഒരു അത്ഭുതകരമായൊരു അനുഭവമാണ്. ഇപ്പോൾ ഡൽഹിയിൽ ഇങ്ങനെ 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 നമ്മളിപ്പോൾ രാജസ്ഥാനിൽ കൂടെ ഇപ്പം നിങ്ങൾ ഈ സഫാരി കാണണം കേട്ടോ. സഫാരി മസ്റ്റായിട്ട്. ഞാൻ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് വൈകിട്ട് 8 മുതൽ 11 വരെ ഇവൻ്റെ സഞ്ചാരം കാണുക. അതിന് എനിക്ക് കട്ടിലേ കിടന്നുകൊണ്ട് ഈ ലോകം മുഴുവൻ കാണാം. ഇവനീ കഷ്ടപ്പെട്ട് നടന്ന് ഇതെല്ലാം കൂടെ കണ്ട് ഷൂട്ട് ചെയ്യുന്നു. നമ്മൾ കട്ടിലേ കിടന്ന് കാണുന്നു. ഏതാ സുഖം? രണ്ടിനും രണ്ടിൻ്റേതായ ഒരു സുഖമുണ്ട് എങ്കിൽ പോലും. അതുപോലെ തന്നെ ഇപ്പം റോസ്മേരി എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരിയുടെ ആത്മകഥ ഇപ്പം ഇതിനകത്തൂടെ പറയുന്നുണ്ട്. അത് ടച്ചിങ്. ഇപ്പം ഇന്നലെ അവരും നമ്മുടെ മറ്റൊരു എഴുത്തുകാരി ഉണ്ടായിരുന്നല്ലോ, മരിച്ചു പോയതാ, വലിയൊരു എഴുത്തുകാരി, ചില സെക്സൊക്കെ എഴുതിക്കൊണ്ടിരുന്ന മാധവക്കുട്ടി ഇവരും തമ്മിൽ വലിയ കമ്പനിയായിരുന്നു. അപ്പം മാധവക്കുട്ടി ഇവരും തമ്മിൽ സംസാരിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാധവക്കുട്ടി ഉപദേശം എന്ന് പറഞ്ഞു ഒരു 3-4 ആണുങ്ങളെയെങ്കിലും പ്രേമിക്കണമെന്ന്. അപ്പോൾ ആ രഹസ്യം പറഞ്ഞു കൊടുത്തതാണ്. കുഴപ്പമുണ്ടാക്കിയാൽ കേട്ടോ. അതെ, അതറിഞ്ഞും അറിയാതെയൊക്കെ നടക്കും, അത് വേറെ കാര്യം. അപ്പോൾ അവരിങ്ങനെ പറയുക അതെങ്ങനെ. അപ്പോൾ എഴുതാനുള്ള മെറ്റീരിയൽ വേണ്ടേ? എഴുതാനുള്ള മെറ്റീരിയൽ വേണമെങ്കിൽ എന്ത് ചെയ്യണം? മെറ്റീരിയൽ ചിലപ്പോൾ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏഷണിയും തുരപ്പമ്പണിയും പ്രേമലേഖനവും പേര് വെച്ചും വെക്കാതെ വെറുതെ ഇരിക്കുന്നവരുടെ പേരൊക്കെ വെച്ച് വിടുക, അങ്ങനെയൊക്കെ വിട്ടിട്ടില്ലേ? അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിയ ഒരു സമ്മിശ്രം. അപ്പോൾ ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോഴെന്ത് ചെയ്യുന്നു? ഒരു സാധാരണ ജീവിതത്തിൻ്റെ ഒരു ഉള്ളറകളല്ലേ തുറന്നു വരുന്നത്, തെളിഞ്ഞു വരുന്നത്. അപ്പോൾ ഇതാണ് യാത്രയുടെ ഏറ്റവും വലിയ സംഭവങ്ങളെന്ന് പറയുന്നത്.